ശരി ശരി ശരി, ഞങ്ങൾ ബിസിയിലാണ്, വിളിക്കാം. ഞങ്ങളുടെ 4 വർഷത്തെ പ്രണയം സാക്ഷാത്കരിച്ചിരിക്കുന്നു അല്ലേ? ഹാപ്പി അല്ലേ നീ? എനിക്ക് പരിചയപ്പെട്ടിട്ട് ഞാൻ ട്യൂഷൻ ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. എനിക്ക് തോന്നുന്നത് അവൻ എന്റെ പേര് കേട്ടപ്പോൾ എന്തെങ്കിലും ഞെട്ടിയിട്ടുണ്ടാവും. നമ്മളെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഞാൻ പലമാരും ഞങ്ങളെ കാണുമ്പോൾ ഞെട്ടിയിട്ട് മാറിയൊക്കെ നിൽക്കാറുണ്ട്. യാദൃശ്യമായിട്ടാണ് നമ്മുടെ അവസാനം വെച്ചിട്ടാണ് കാണുന്നത്. അവസാനം വെച്ച് കാണുമ്പോൾ എന്നോട് ചോദിച്ചു നീ എവിടെയാണ്. അപ്പോഴാണ് ഞാൻ പറഞ്ഞ ബാംഗ്ലൂരിൽ പോവാന്ന് പറഞ്ഞു. അപ്പൊ ആള് പറഞ്ഞു ഞാൻ ബാംഗ്ലൂരിൽ വന്നുള്ളൂ പറഞ്ഞു. അങ്ങനെ നമ്പർ എടുക്കും. ബാംഗ്ലൂർ എന്തെങ്കിലും അറിയാവുന്ന വെച്ചാൽ ബാംഗ്ലൂർ ഒന്നും ഹോസ്റ്റലില് പിന്നെ ഹോസ്റ്റലില് ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. ഞങ്ങളിങ്ങനെ ലവ് ഫീലിൽ ഇങ്ങനെ ഞാൻ ഇരിക്കുന്ന സമയത്താണ് നൈസ് എന്നെ ഫോൺ വിളിക്കുന്നു, എന്റെ കാര്യം അന്വേഷിക്കുന്നു. അപ്പൊ എന്റെ ഇഷ്യൂസ് അറിയുമ്പോൾ ഇങ്ങനെ നീ അവിടെ പോകണം, അല്ലെങ്കിൽ എൻജോയ് ചെയ്യണം, ഇതല്ല ലൈഫ്, ട്രാവലാണ്, വേറെയാണ് ലൈഫ് എന്നൊക്കെ പറഞ്ഞ് എന്നെ കുറെ മോട്ടിവേറ്റ് ചെയ്തു. ഞാൻ നന്ദിയിൽ പോയില്ലെന്ന് അറിഞ്ഞു. ആൾ അവിടുന്ന് ബുള്ളറ്റില് വണ്ടി ഓടിച്ച് ഫ്രണ്ടുമായിട്ട് ബാംഗ്ലൂരിൽ വന്ന് അന്ന് നൈറ്റ് തന്നെ എന്നെ വന്ന് മോർണിംഗിൽ വന്ന് പിക്ക് ചെയ്തു. ഞങ്ങൾ നന്ദിയിൽ പോയി. അപ്പൊ ഞങ്ങൾ പിക്ക് ഫ്രണ്ട്സ് ആയിരുന്നു. നന്ദി ഹിൽസ് എന്ന് പറഞ്ഞ അവസാനം നന്ദി ഹിൽസ് കാണണം എന്ന് പറഞ്ഞു. അപ്പൊ വേറെ ആരുടെയും കൂടെ പോകാൻ അവർക്ക് പറ്റത്തില്ല. ഫ്രണ്ട്സൊക്കെ കുറെ ഉണ്ട്, അവരുടെ കൂടെ പോകാൻ പറഞ്ഞാൽ പോകത്തില്ല. അപ്പൊ ഞാൻ തന്നെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. ഞാൻ തന്നെ കൊണ്ടുപോകേണ്ടി വന്നു. ഡിപ്രഷനായ സമയത്ത് തന്നെ ഭയങ്കരമായിട്ട് എന്നെ കെയർ ചെയ്തു. എന്നെ മെന്റലി എല്ലാം കുറെ സപ്പോർട്ടീവ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് ഇഷ്ടം പറഞ്ഞു. ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു ആദ്യം. ഞാനത് അക്സെപ്റ്റ് ചെയ്തു. ഇങ്ങനെയൊക്കെ ആയി. കളിയാക്കാൻ ചേട്ടാ വീട് താഴോട്ട് പോയോ? എല്ലാരും ഉണ്ടോ? എല്ലാം ഉണ്ടോ? മുണ്ട് പോയി മേടിക്കും. സ്ഥിരമായിട്ട് ഞാൻ ഒരു കണ്ണുകൂടി എഴുതാനല്ലേ പ്രത്യേകം വരെ ഇങ്ങനെ ഒറ്റയ്ക്ക് അങ്ങോട്ട് വരാവുള്ളൂ, വേറെ വഴിക്ക് പോകരുത്. ഞാൻ ഇന്ന് കണ്ടോട്ടെ ഇങ്ങനെ ചുമ്മാ വന്നിരിക്കുന്നതാണ്. ബൊക്കെ വെക്കുന്നത് എങ്ങനെയാ? നിങ്ങള് ഇത് കഴിഞ്ഞിട്ടാണോ ബൊക്കെ കൊടുക്കേണ്ടത്? സമയമില്ല ബാബാ.
ഞങ്ങളുടെ 4 വർഷത്തെ പ്രണയം സാക്ഷാത്കരിച്ചിരിക്കുന്നു. ഹാപ്പിയല്ലേ നീ? കേട്ടോ 3 സാക്ഷികളുടെ 3 സാക്ഷികളുടെ ഞാൻ എന്റെ അഗ്രജ എന്ന താലൂക്കിലെ ഇന്ന വില്ലേജിലെ കരയിലെ വീട്ടിലെ മകളെ തടയിടും. ഞാൻ ഇവനെ ചെയ്യുന്നു. ഗ്രൂം നീയല്ലേ ഇനി എന്റെ പേര് എത്ര വയസ്സാ? അവനങ്ങ് പരീക്ഷ എഴുതാതിരിക്കുന്നവനെ തന്നെ ഇരിക്കും. ആരിക്ക് വെച്ചാൽ തേച്ചൊന്നും എഴുതാനൊന്നും ഇല്ല. പക്ഷെ ഇവിടെ ഒരു സ്മൈലി ഉണ്ട്. അത് അവന്റെ ഒപ്പിന്റെ ഭാഗമാണ്. പുതിയ അല്ല കാര്യം ഇവിടെ അപ്പച്ചി കോട്ടയം താലൂക്കിൽ ഇന്ന വില്ലേജിൽ ഇന്ന കരയിൽ അത് എഴുതാം. ഇവിടെ പേര് ഏതാന്ന് ഞാൻ പറഞ്ഞു. വീട്ടുപേര് നാളികൽ പറമ്പിൽ. അവന് കൺഫേം അല്ല. തായില്ലേ ഈ താട്ട് മോളി ചന്ദ്രക്കല എനിക്കത് തെറ്റി മിണ്ടരുത് മിണ്ടായിരുന്നു. ചെറിയ പേരുള്ള ആരെങ്കിലും വിളിക്കാന്ന് നേരത്തെ ചെറിയ വർഗീസും അവിടെ എടുക്കുന്നത് അവിടെ അവന് താലൂക്ക് കിട്ടിയില്ലല്ലേ? ദേശീയ ചുമതലയല്ലേ രണ്ടാമത്? അടുത്ത ഞാനാണ് കഴിഞ്ഞോ ഫയലിംഗ് വന്നില്ല. ഞാൻ മറ്റേ ഡാറ്റ കെട്ടാനായിട്ട് കൊടുത്തേക്കാം നിങ്ങളുടെ സാക്ഷികളുടെ വിവരങ്ങളെ. അപ്പൊ ഞാൻ വിളിക്കാം. ശരി ശരി. വേണമെങ്കിലേ ചേട്ടൻ ഞങ്ങളെല്ലാം നിക്കട്ടെ, എല്ലാവരും ഫോട്ടോ എടുക്കാം. അവർക്കൊരു ടൈമിലാണോ മറുകെ പടർന്നിരിക്കുന്നതാണോ? ഒന്ന് സൂം ചെയ്തെടുത്തോ. വൈകിട്ട് കൂടെ വേറെ കളർ കണ്ണാവും. രാവിലെ വൈകിട്ടാണ് ഇവന്റെ കഷണ്ടി മീശല്ലേ ഇളകും. ഇവരെയും കൂടി ഫ്രെയിം ഫസ്റ്റ് ഇടാനാണോ? ബ്രാക്കറ്റിലാണ് അച്ചിട്ടേക്കുന്നത്. അങ്ങനെ തന്നെയാണ് എഴുതുന്നത്. ഒരാൾ വേണമെങ്കിൽ അപ്പുറത്തേക്ക് സ്പേസ് ഉണ്ടോ? ആ കൊച്ചിനെ മറിച്ചളയത്. കാരണം അമ്മച്ചയെ മറിച്ചളയല്ലേ. ഓക്കെ, അപ്പൊ റെഡിയാണല്ലോ? ഞാൻ അബ്ദുൽ ബാസിത്ത് നൈജുവിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. ഭയങ്കര സന്തോഷമാണ്. കുറച്ച് ഈ ഒരു ദിവസത്തിനാണ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത്. ഇന്ന് 4 വർഷം മേലെ ആകും ഞങ്ങളുടെ കല്യാണം. താങ്ക് യു.